ഇപ്പം ഗസയെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. എന്താ നിലവിലെ സ്ഥിതി? ഗസയുടെ അവസ്ഥ വളരെ രസകരമാണ്. കാരണം കേരളത്തിലെ ഹമാസ് സംരക്ഷകരായിട്ടുള്ള ഹമാസിൻ്റെ അനുകൂലികളായി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സേവ് ഹമാസ് ടീമൊക്കെ എന്നറിയണം ഗസ ഇപ്പോൾ എങ്ങനെയാണെന്ന്. ഗസയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്ടോബർ 7 ആണ് ഇസ്രയേൽ ഗസയ്ക്ക് നേരെ യുദ്ധം ആരംഭിച്ചത്. അതിനുശേഷം ആദ്യത്തെ കുറേ ദിവസം എയർ സ്ട്രൈക്കുകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കരയുദ്ധം ആരംഭിച്ചു. കരയുദ്ധം ആരംഭിക്കും മുമ്പ് ഇവിടുത്തെ മീഡിയ വണ്ണൊക്കെ ഇങ്ങനെ തള്ളി പറിച്ചു, ഇപ്പോൾ കാണിച്ചു തരാം, വിമാനത്തെ വന്ന് ബോംബിടും, അതിപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ, ഞങ്ങളുടെ ഹമാസ് ഭീകരന്മാരായ ചുണക്കുട്ടികൾക്ക് വിമാനവേദ തോക്കൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഏകപക്ഷീയമായി ബോംബിട്ട് ഗസയെ തകർക്കാം. പക്ഷേ കരയുദ്ധം, നിങ്ങളുടെ ബന്ദികളെ പിടിക്കാൻ നിങ്ങൾ വരണമല്ലോ, ഒന്ന് വന്ന് കയറി നോക്കുക, അപ്പോൾ കാണിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര തള്ളരുത്, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും എന്തൊക്കെ പറഞ്ഞു. ഇവിടെ ആവേശ് കുമാർമാരൊക്കെ ഇങ്ങനെ വന്നിട്ട് തള്ളി മറിച്ച് അങ്ങോട്ട് ഇസ്രയേൽ IDF അങ്ങോട്ട് കയറി വന്നാൽ ഇപ്പോൾ ശരിപ്പെടുത്തി കളയും, അവിടെ മുഴുവൻ ചതിക്കുഴികളാണ്, തുരങ്കങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളരുത്. പക്ഷേ ഇസ്രയേൽ ടാങ്കുകളും IDF അങ്ങ് കയറി പോയപ്പോൾ ഈ സാധനമൊക്കെ തവിടുപൊടിയായി. ഇപ്പോൾ ഗസ ഒരു കൽക്കൂമ്പാരമാണ് അല്ലേ, ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർത്തു. അപ്പോൾ ഇസ്രയേലി പട്ടാളം ആദ്യമേ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഇവർ 6.4 കിലോമീറ്റേഴ്സ് പിടിച്ചെടുത്തു. 6400 മീറ്റർ എന്ന് പറയാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണല്ലോ. 6.4 കിലോമീറ്റർ, 6400 മീറ്റർ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണേൽ 6.4 എന്ന് പറയുമ്പോൾ വലുതായിട്ട് തോന്നും. 6400 എന്ന് പറഞ്ഞാൽ അത്ര 6400 ഉള്ളൂ എന്നുള്ള ആശ്വാസം അങ്ങനെ ഇരിക്കട്ടെ. അത്രയും പിടിച്ചെടുത്ത സ്ഥലം ഭാഗം ഈ 6.4 കിലോമീറ്റേഴ്സ് വളരെ പ്രധാനമായിരുന്നു. കാരണം തന്ത്രപ്രധാനമായ മേഖലയായിരുന്നു ഈ ആദ്യം തന്നെ പിടിച്ചെടുത്തത്. നെറ്റ്സറീം കോറിഡോർ എന്നാണ് ഇതിന് പറയുന്നത്. ഈ കോറിഡോർ വഴിയല്ലാതെ, ഈ ഇടനാഴി വഴിയല്ലാതെ, അല്ലെങ്കിൽ ഈ ഒരു ഹൈവേ ഉണ്ട് അവിടെ, ഒരു ഹൈവേ ഭാഗമാണ്. ഈ ഹൈവേ വഴിയല്ലാതെ ഗസയിലെ ആളുകൾക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പം അത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ആകെ പുറത്തേക്ക് പോകാനുള്ളതും അവിടേക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാനുള്ള ഏക വഴികളിലൊന്ന് ഇസ്രയേലിൻ്റെ കയ്യിലായി. അതായിരുന്നു. അപ്പോൾ ആകെ അന്നുണ്ടായിരുന്ന അധിനിവേശം ഒക്യുപ്പൈഡ് ഗസ എന്ന് പറയുന്നത് 6.4 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അത് എത്രയാണെന്നറിയോ? ഗസയുടെ എത്ര ഭാഗം ഇസ്രയേലിൻ്റെ കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ 46 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. 46 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 46 ചതുരശ്ര കിലോമീറ്റർ മാത്രമല്ല, അതിനപ്പുറത്തേക്കും IDF കയറിപ്പോയിട്ടുണ്ട്, ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ 46 കിലോമീറ്റർ ക്ലീനായിട്ട് കളവറച്ചു എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ ഏറ്റവും പുറത്ത് വന്നിട്ടുണ്ട്. ഈ 46 കിലോമീറ്റർ ബഫർ സോണായിട്ട് മാറ്റാനാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ കാണുന്നത്. അവിടുത്തെ കെട്ടിടങ്ങൾ മുഴുവൻ അങ്ങ് ഇടിച്ചങ്ങ് നിരത്തി ബുൾഡോസ് ചെയ്തു. 46 കിലോമീറ്ററിലെ പലസ്തീൻ അടയാളങ്ങളുള്ള, പലസ്തീനിൻ്റേതാണെന്ന് ഭാവിക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ തകർത്തു. അപ്പോൾ ഇത് അവിടെ തകർത്തിട്ട് ഈ ഇതിൻ്റെ ഡെറിപ്സ് ഉണ്ടല്ലോ, ഈ മൺകൂര, കൽക്കൂട്ട, കോൺക്രീറ്റ്, ഇതെല്ലാം നീക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേണ്ടി വന്നാൽ ഈ 46 കിലോമീറ്റർ പ്രദേശം അറിയില്ല, ഒരു പക്ഷം ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണോ ഇസ്രയേലിന് സംശയമുണ്ട്. പക്ഷെ വെറുതെ ഇല്ല, അതോടൊപ്പം തന്നെ അവിടെ ഇസ്രയേലിൻ്റെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളൊന്ന് ഏറ്റവും പുതിയൊരു വാർത്ത, 19 സൈനിക ബേസുകൾ, വലിയ സൈനിക ബേസുകൾ അവിടെ ഇസ്രയേൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗസയിൽ 19 സൈനിക ബേസുകൾ. അതുകൂടാതെ ചെറുത് ഡസൻ കണക്കിന് കാണുന്നു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നത്. അതായത് എന്തിനായിരിക്കും അവിടെ ഈ പറഞ്ഞതുപോലെ പിടിച്ചെടുത്ത് നാളെ ഒരു സമാധാന കരാറുണ്ടെങ്കിൽ വിട്ടുകൊടുക്കേണ്ട പ്രദേശത്ത് 19 വലിയ ആർമി ബേസുകൾ, പിന്നെ ഡസൻ കണക്കിന് ചെറിയ ബേസുകൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? അവിടെ ഈ പറഞ്ഞതുപോലെ ഇടിച്ച് പൊളിച്ച് അതിൻ്റെ ഡെറിപ്സ് മുഴുവൻ, അവശിഷ്ടങ്ങൾ മുഴുവൻ മാറ്റിയതിന് ശേഷം കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്, പുതുതായിട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുക. അപ്പോൾ യുദ്ധം മാത്രമല്ല നടക്കുന്നത്, വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ പല രാജ്യങ്ങളിലും, നമ്മുടെ ഇന്ത്യയിൽ കേരളം ഒഴികെയുള്ള പല സംസ്ഥാനങ്ങളിലും 10,000-കണക്കിന് തൊഴിലാളികളെ കൊണ്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു വാർത്തയും ചെയ്താൽ അവരവിടെ പോയി വലിയ തോതിൽ, ഇസ്രയേലിൽ മാത്രമല്ല, ഇസ്രയേൽ പിടിച്ചെടുത്ത ഗസ മേഖലയിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുക, അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു വെടിനിർത്തൽ, ഒരു പക്ഷേ ബൈഡൻ ആഗ്രഹിച്ചു ഒരു വെടിനിർത്തൽ വേണം, ഗസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം, അവർക്ക് കൊടുക്കണം എന്നൊക്കെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ഒരാശയം ബൈഡൻ മുന്നോട്ട് വെച്ചു. നടന്നില്ല. ബൈഡൻ്റെ ഒരു വലിയ നിരാശ വേണ്ടാന്ന് കരുതിയിട്ട് ഹിസ്ബുള്ള ആയിട്ടുള്ള
വെടിനിർത്തലിന് ഗസയല്ല ഇസ്രായേൽ സമ്മതിച്ചു. എന്നിട്ട് അവരോട് ലിറ്റാനി പുഴയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ലിറ്റാനി പുഴ വരെ ഇപ്പുറത്തുള്ള ഏരിയ ലെബനീസ് ആർമി നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ ബഫർ സോണിൻ്റെ ഇപ്പുറത്തുണ്ടാവും, പക്ഷേ എന്തെങ്കിലും പ്രകോപനം അവിടെ ഉണ്ടായാൽ ഞങ്ങൾ കയറി അടിക്കും. അങ്ങനെ കരാറിൽ ഉപകരാറുണ്ട്. അതായത് വെടിനിർത്തലുണ്ട്, 60 ദിവസത്തെയാണ് വെടിനിർത്തൽ. 60 ദിവസത്തെ വെടിനിർത്തലിനുള്ളിൽ എന്തെങ്കിലും പ്രകോപനപരമായ നടപടി ഉണ്ടായാൽ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഉണ്ടായാൽ ഞങ്ങൾക്ക് കയറി അടിക്കാനുള്ള അവകാശം വേണമെന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നോമാൻസ് ലാൻഡ് പോലെയുള്ള ചില പ്രദേശങ്ങളിൽ ചില വാഹനങ്ങൾ വന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ കയറി വെടിനിർത്തൽ ഒപ്പുവിട്ട് ആ ദിവസം തന്നെ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ കർശനമായി അവർ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള ലെബനീസിനോട് നിങ്ങളിപ്പോൾ അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇസ്രായേൽ സേന പിന്മാറി വെടിനിർത്തലാന്ന് പറഞ്ഞ് ഓടി വന്നു കഴിഞ്ഞാൽ വെടികൊണ്ട് ചാവും, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പക്ഷേ ഗസയിലെ വെടിനിർത്തലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഇസ്രായേൽ ഒന്നും മിണ്ടുന്നില്ല. ബൈഡൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് തൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒറ്റ വാചകമാണ്, ഫിനിഷപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫിനിഷപ്പ്, തീർത്ത് കളയെന്ന് പറയുന്നത്. യുദ്ധം തീർത്ത് കളയാനാണോ ഹമാസിനെ തീർത്ത് കളയാനാണോ എന്ന് ട്രംപിന് മാത്രമേ അറിയാവുള്ളൂ. ഒരുപക്ഷെ നെതന്യാഹുവിനും അറിയായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, ഇവിടെ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന് ബൈഡൻ ആവശ്യപ്പെടുന്നു. അതേ വിഷയത്തിൽ ട്രംപ് പറയുന്നു ഫിനിഷപ്പ്, തീർത്തുകള. യുദ്ധമാണോ തീർക്കേണ്ടത്, ഹമാസിനെയാണോ തീർക്കേണ്ടത്? ഇതൊരു വലിയ ചോദ്യമാണ്. അത് എന്തെങ്കിലും നെതന്യാഹുവിനും മനസ്സിലായിട്ടുണ്ട്. നെതന്യാഹു അത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുസ്യൂതം തുടരുന്നത്. അതായത് ഇപ്പം ഗസയിലേക്ക് ഒരുപക്ഷെ ഇസ്രായേലിലെ ആൾക്കാരെ കൊണ്ടായിരിക്കും പുനരുദ്ധരിപ്പിക്കുക. യെസ് എക്സാക്ട്ലി, അതിലേക്കാണ്. അവിടെ നടക്കുന്ന ഇപ്പോൾ കുറേ ഔട്ട് പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ടവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നു, സാറ്റലൈറ്റ് ചിത്രങ്ങളാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയും 19 വലിയ സൈനിക ബേസുകളും ഡസൻ കണക്കിന് ചെറിയ സൈനിക ബേസുകളും ഉണ്ടാക്കുന്നു, വലിയ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു, വാച്ച് ടവറുകൾ ഉണ്ടാക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ടവർ ഉണ്ട്, നമ്മുടെ മൊബൈൽ ടവറുകൾ പോലുള്ള ടവറുകളൊക്കെ എറക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിന് ചെയ്യുന്നു എന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ വലിയ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഒരുക്കുന്നു. ഫൗണ്ടേഷനൊക്കെ സാറ്റലൈറ്റ് ചിത്രത്തിൽ കാണുന്ന വലിയ ഫൗണ്ടേഷൻസാണ്. അത് വലിയ അടിത്തറ ഇട്ട് ശക്തമായി ഫൗണ്ടേഷൻ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ ആളുകളിപ്പോൾ നിരീക്ഷകർ സംശയിക്കുന്നത് അവിടെ ഒരു ജൂയിഷ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണോ? അതായത് ഈ ഗസ എന്ന് പറയുന്നത് ഇസ്രായേലിനകത്തേക്ക് കയറി കിടക്കുന്ന ഒരു പ്രദേശമാണ്. മുമ്പൊരിക്കൽ നെതന്യാഹു പറഞ്ഞു ഇനി ഇസ്രായേലിൻ്റെ അകത്ത് പലസ്തീൻ്റെ ഭാഗം ഉണ്ടാവത്തില്ല. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താ, ഇപ്പോൾ പലസ്തീൻ്റെ എന്ന് പറയുന്ന ഭാഗം ഇസ്രായേലിൻ്റെ ആക്കിയാൽ മതി. പിന്നെ ഇവരുടെ ഒരു ജനറൽസ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്, ഇസ്രായേലിൻ്റെ പണ്ടേ ഉണ്ട്. ഇസ്രായേലിലെ വിരമിച്ച ജനറൽമാരുണ്ടാക്കിയ ഒരു പ്ലാനാണ് അത്. അവർ ഒരു ദേശീയ നയം പോലെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഗസയെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കി മാറ്റുക, അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ പ്രേരിപ്പിക്കുക, അവരെ ട്രാപ്പിലാക്കുക. ഇപ്പം നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്സ്ട്രീം കോറിഡോർ വഴിയുള്ള ഗതാഗതം പറ്റില്ല, ഇസ്രായേൽ അറിയാതെ അങ്ങ് പോക്കുവരവ് പറ്റില്ല. അപ്പം ഗസയിൽ ഇസ്രായേലിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, അവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ആകെ പോകാനുള്ള വഴി അടഞ്ഞു കിട്ടി. അപ്പോൾ അവരെ ട്രാപ്പിലായിരിക്കുന്ന അവർക്ക് ഭക്ഷ്യസാധനങ്ങളില്ല, മരുന്നില്ല, വെള്ളമില്ല, ഇതൊക്കെ വന്നാൽ അവസാനം എന്ത് ചെയ്യും, അവർ നിരുപാധികം കീഴടങ്ങുകയും ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറയും. അവരെ വെസ്റ്റ് ബാങ്കിലേക്കോ വേറെ അതാണ് ജനറൽസ് പ്ലാൻ. അവരെ ട്രാപ്പിലാക്കിയിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുക, ഞങ്ങൾ ഇവിടെ വിട്ട് പൊയ്ക്കോളാം. അത് ക്രൂരമായൊരു പദ്ധതിയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കണ്ടേ ഇസ്രായേലികൾക്ക്, ജൂതന്മാർക്ക് ജീവിക്കണ്ടേ. ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് മനുഷ്യാവകാശം, പിന്നെ ലോകത്തെല്ലായിടത്തും ഈ ആളെ കൊല്ലുന്ന തീവ്രവാദികളുടെ മനുഷ്യാവകാശം പറയാനാണല്ലോ ആളുള്ളത്. ഇവിടെ മദനിയുടെ മനുഷ്യാവകാശം പറയുന്നുണ്ട്, പക്ഷെ മദനി മൂലം കൊല്ലപ്പെട്ട ആളുകളുടെ മനുഷ്യാവകാശം ആർക്കും പ്രശ്നമല്ല. അജ്മൽ കസബിൻ്റെ മനുഷ്യാവകാശം പറയും, അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തും. കസബ് കൊന്ന ആളുകളെ ആരും ഓർമ്മിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഓർമ്മ ദിനത്തിന് പോലും ഈ പറയുന്ന മയ്യത്ത് നിസ്കാരം ആയ ആളുകൾ, നിരപരാധികളായ ആളുകൾ, ബോംബെ കൊല്ലപ്പെട്ടവരെ ഓർമ്മിക്കുന്നില്ല. ഇത് എല്ലായിടത്തും ഇസ്ലാമിസ്റ്റുകളുടെ ഒരു തന്ത്രമാണ്, ഭീകരവാദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം മനുഷ്യാവകാശം പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇസ്രായേൽ അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നറിയില്ല. അപ്പം ഈ ഫിനിഷപ്പ് എന്ന് പറയുന്ന പറഞ്ഞുള്ള ട്രംപിൻ്റെ ആഹ്വാനം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ന് ഇപ്പോൾ വേറൊരു വാർത്തയോടെ വന്നപ്പോൾ വ്യക്തമായിട്ടുണ്ട്. കാരണം ജനുവരി 20 മുമ്പ് ബന്ദികളെ വിട്ടില്ലെങ്കിൽ ഉത്തരവാദികളെ ആളുകളെ അമേരിക്ക ഇന്നോളം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണത്തിലൂടെ ശിക്ഷിക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ട് വാർത്തകളാണ്, രണ്ട് സന്ദർഭത്തിലുള്ളതാണ്. അതൊന്ന് കണക്ട് ചെയ്ത് നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണല്ലോ നമ്മളൊരു സ്റ്റോറി, ഒരു വാർത്ത നമ്മൾ അനലൈസ് ചെയ്ത് എങ്ങനെയാണ്. ഇത് മറ്റേ നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ പറഞ്ഞു, ട്രംപ് പറയുന്നു ഇതിന് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ, ഞാൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് വിട്ടയച്ചില്ലെങ്കിൽ
അതിശക്തമായി അമേരിക്ക ഇന്ന് വരെ നടത്തിയിട്ടില്ലാത്ത ശക്തമായ ആക്രമണം. അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ഒരുപക്ഷെ നടന്നത് വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിലാണ് അതിഭീകരമായ ബോംബുകളൊക്കെ ഉപയോഗിച്ച് അമേരിക്ക ആക്രമിച്ചു. എന്നിട്ട് അമേരിക്ക തോറ്റുപോയി അവിടെ. പക്ഷേ അതിനുശേഷം അതിഭീകരമായ ഒരു ആക്രമണം ഇറാഖിൽ നടത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പക്ഷേ അമേരിക്കയ്ക്ക് പോകേണ്ടി വന്നു. ഇറാഖിലെ യുദ്ധം, പക്ഷേ ഇറാഖിലൊക്കെ അതിൻ്റെ ഏകപക്ഷീയമായ യുദ്ധമായിരുന്നു അല്ലേ. ചെറുത്തുനിൽപ്പുണ്ടായത് വിയറ്റ്നാമിൽ മാത്രമാണ്. അപ്പോൾ അതിശക്തമായൊരു ആക്രമണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഏതായാലും ഗസ എന്ന് പറയുന്ന പ്രദേശം ഇനി പലസ്തീൻ്റെ ഭാഗമായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ പട്ടാള ക്യാമ്പൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് അവിടുത്തെ സിറ്റിസനെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കും അല്ലേ. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് പട്ടാള ക്യാമ്പും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വരുന്നു. അപ്പോൾ മൊത്തം ഇസ്രായേലായി. അതാ പറഞ്ഞത്. അപ്പോൾ ഗസ എന്ന് പറയുന്ന ഭാഗം മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇസ്രയേലിൻ്റെ ഭാഗമായി നാളെ ഗസ ഇസ്രയേലിൻ്റെ ഒരു പ്രൊവിൻസോ ഒരു ഡിവിഷനോ ആയി മാറിയാൽ അത്ഭുതം എന്ന് പറയാൻ കഴിയില്ല. കാരണം അല്ലെങ്കിൽ അത്ഭുതം സംഭവിക്കണം. ട്രംപ് പറയണം നെതന്യാഹു അത് വേണ്ട, കൊടുത്തേക്കാൻ. പക്ഷേ ട്രംപിൻ്റെ ഒരു സ്വഭാവം വെച്ച് അതിനുള്ള സാധ്യത കുറവാണ്. ഏതായാലും കേരളത്തിലെ ഹമാസ് അനുകൂലികൾക്ക്, സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് കരയാനൊരു കാരണമായി ഗസയുടെ കഥ കഴിയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.